ഹരി ഓം. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്, ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എങ്ങനെയാണ് ഗുരു ബ്രഹ്മാവാകുന്നത്, വിഷ്ണു ആകുന്നത്, മഹേശ്വരനാകുന്നത്, പരബ്രഹ്മമാകുന്നത്? അത് നമുക്ക് നോക്കാം. ഒരാധ്യാത്മിക സാധകൻ്റെ സംസാര ജീവിതത്തിൽ നിന്ന് ആധ്യാത്മിക വ്യക്തിത്വത്തെ തിരിച്ചറിഞ്ഞ് അത് അയാളിൽ ഉണർത്തി ആധ്യാത്മികതയെ സൃഷ്ടിക്കുന്നു. ആ വ്യക്തിയിൽ, സാധകനിൽ ആധ്യാത്മികതയെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ഗുരു ബ്രഹ്മഃ, ഗുരു ബ്രഹ്മാവിന് തുല്യമാകുന്നു. അതിനുശേഷം ഉണർത്തിയ സാധകനെ സാധനയ്ക്ക് വേണ്ടുന്നതായ മന്ത്രങ്ങൾ, ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ പറഞ്ഞു കൊടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതിനാൽ ഇതിനെ സ്പിരിച്വൽ ഫുഡ് എന്നാണ് പറയുന്നത്. മന്ത്രങ്ങൾ, ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ സ്പിരിച്വൽ ഫുഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സ്പിരിച്വൽ ഫുഡ് ആഹരിപ്പിക്കുന്നത് കൊണ്ട് സാധകൻ നിലനിൽക്കുന്നു. ഇതിനെ സ്ഥിതി എന്ന് പറയുന്നു. അതിനാൽ ഗുരു വിഷ്ണുഹു, ഗുരു വിഷ്ണുവിന് തുല്യമാകുന്നു. അതിനുശേഷം സാധകൻ്റെ ഓരോ ഉയർച്ചയിലും പടിപടിയായി വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി പഴയ വ്യക്തിത്വത്തെ മാറ്റിമറിച്ച്, അതായത് പഴയ വ്യക്തിത്വത്തെ സംഹരിച്ച് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ പഴയ വ്യക്തിത്വത്തെ സംഹരിക്കുന്നത് ക്രിയാത്മകമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഫോർ എ കൺസ്ട്രക്റ്റീവ് പർപ്പസ്. അല്ലാതെ നശിപ്പിക്കലല്ല. സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവനും സൃഷ്ടി സ്ഥിതി കഴിഞ്ഞ് സംഹാരം വരുമ്പോൾ നശിപ്പിക്കലല്ല, മാറ്റിമറിക്കലാണ് പുതിയ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെയും പഴയ വ്യക്തിത്വത്തെ മാറ്റിമറിക്കലാണ് ചെയ്യുന്നത്, സംഹരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുരുദേവോ മഹേശ്വരഃ, ഗുരു മഹേശ്വരന് തുല്യമാകുന്നു. ഈ മൂന്നവസ്ഥകളിലൂടെയും കടത്തിക്കൊണ്ടുപോയി ഗുരു ശിഷ്യനെ പരബ്രഹ്മമായ ഈശ്വരനെ നിസ്വാർത്ഥമായി സാക്ഷാത്കരിക്കാനായിട്ട് നിയോഗിക്കുന്നു. അതിനാൽ മൂന്നവസ്ഥകളിലൂടെയും കടന്നു വന്ന ഈ ശിഷ്യൻ പരമാത്മാവിൽ ഐക്യമായിത്തീരുന്നു. ഇതിനെ ഗുരു സാക്ഷാത് പരബ്രഹ്മ. വൺസ് ശിഷ്യൻ പരമാത്മാവിൽ ഐക്യമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനും പരമാത്മാവാണ്, പരമാത്മാവും ഈശ്വരനും പരമാത്മാവാണ്, ഗുരുവും പരമാത്മാവാണ്, സർവസ്വവും പരമാത്മാവാണ്. അപ്പോൾ ഗുരു സാക്ഷാത് പരബ്രഹ്മ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതിനെല്ലാം കാരണക്കാരനായ എൻ്റെ ഗുരുവിനെ ഞാൻ നമിക്കുന്നു. ഇതാണ് പ്രാർത്ഥന. ഇതാവട്ടെ ഇന്നത്തെ സന്ദേശം. ഏവർക്കും സ്നേഹം നിറഞ്ഞ ഗുരുപൂർണിമ ആശംസകൾ ആശംസിക്കുന്നതോടൊപ്പം തന്നെ സാക്ഷാൽ വിഷ്ണു അവതാരമായ വ്യാസഭഗവാന്റെ അനുഗ്രഹം നമുക്കേവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹരി ഓം.